പ്രൊഫസർ റെജി ജോർജ്, ഇനിയും ന്യായീകരിക്കാനും വെള്ളപൂശാനുമുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. വളരെ കൃത്യമായി ഭരണ രംഗത്തുള്ള പരാജയം പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയും പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ന്യായീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം നേരത്തെ വയനാട്ടിൽ മരിച്ച ഷെഹ്ലയുടെ മരണം പോലെ, അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി മരിച്ച ബിന്ദുവിനെ പോലെ ഇതിപ്പോൾ 4 ദിവസം ചർച്ചയാക്കപ്പെടും, 4 ദിവസം ഒരു പ്രക്ഷോഭമുണ്ടാകും. അപ്പോഴേക്കും പുതിയ വിവാദങ്ങൾ ഉടലെടുക്കുകയാണ്. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളൊക്കെ മറന്നുപോകുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. അവിടെയാണ് BJP വളരെ കൃത്യമായി നിലപാടെടുക്കുകയാണ്. ഇതിൽ തീരുമാനമാകും വരെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും വരെ വളരെ കൃത്യമായി ആ കുടുംബത്തിനൊപ്പം BJP ഉണ്ടാകും എന്ന നിലപാട് മുന്നോട്ട് വെക്കുക കൂടി ചെയ്യുകയാണ്. ഇവിടെ സാമൂഹ്യപരമായ ഒരു മാറ്റം അനിവാര്യമല്ലേ? ഈ വിഷയങ്ങളിൽ സാമൂഹ്യപരമായ ഒരു പ്രതിബദ്ധത നമ്മുടെ ഈ സമൂഹത്തിന് അനിവാര്യമല്ലേ? നീലിമ, ഇവിടെ ഈ അന്വേഷണം റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു നിരന്തര വഴിപാടായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇതുപോലെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തിയ റിപ്പോർട്ടുകളുടെ ഫലമായി എന്ത് സംഭവിച്ചുവെന്ന് അറിയാവുന്നവരാണല്ലോ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാണ് എൻ്റെ വിചാരം. ഇപ്പോൾ ഈ റിപ്പോർട്ടുകളുടെ ഒരു ഭീമാകാരമായിട്ടുള്ള കേന്ദ്രമായി ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മാറിയതിന്റെ ഫലമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ചേരയും പാമ്പും സെക്രട്ടേറിയറ്റിന് അകത്തും പുറത്തും വിഹരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഇപ്പോൾ അടിയന്തരമായി ഉദ്യോഗസ്ഥന്മാർ അത് വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് പറയുന്നു. ജീവനക്കാർക്ക് പോലും മുഖ്യമന്ത്രി ഉൾപ്പെടെ 1 ഡസൻ മന്ത്രിമാർ പ്രവർത്തിക്കുന്നതായ ഓഫീസ് കെട്ടിടത്തിന്റെ അവസ്ഥയും ഈ നിലയിലായിരിക്കുന്നുവെന്ന് സാന്ദർഭികമായി പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെ നീലിമ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു. സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ക്രമീകരണവും മുൻകരുതലും അല്ലല്ലോ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ഏൽക്കേണ്ടത്. നീലിമയ്ക്കറിയാമോ, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിനകത്തെ അധികാര വികേന്ദ്രീകരണമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, കേരളത്തിൽ 14,000-ഓളം സ്കൂളുകളുണ്ട്. ഈ 14,000-ലെ സ്കൂളുകൾ വിദ്യാഭ്യാസ മന്ത്രിക്കോ വിദ്യാഭ്യാസ ഡയറക്ടർക്കോ പോയി സന്ദർശിച്ച് ഓരോ സ്കൂളിന്റെയും ന്യൂനതകൾ കണ്ടുപിടിക്കാനായി സാധ്യമല്ല. വളരെ ശരിയാണ് അവർ പറഞ്ഞത്. ഞാനൊന്ന് വളരെ മിതമായി ചോദിക്കട്ടെ, ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. ഇതിന്റെ ഭാഗമായിട്ടാണല്ലോ ഓരോ ജില്ലകളിലും വിദ്യാഭ്യാസ ഓഫീസർമാരുണ്ട്. അവരുടെ കീഴിൽ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. ആ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പ്രത്യേകമായി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന സ്കൂളുകളുടെ എല്ലാ സൗകര്യങ്ങളെ സംബന്ധിച്ചും കാലാകാലങ്ങളിൽ അന്വേഷിക്കുകയും അവിടെയുള്ള പോരായ്മകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ധരിപ്പിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി. അതവർ കൃത്യമായി നിർവഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഈ സ്കൂളിൽ ഉണ്ടാവുകയില്ലായിരുന്നു. അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസറുള്ള മേളിലുള്ള DEO എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെയൊക്കെ പണി എന്താണ്? അതിന് മേളിലാണല്ലോ റീജിയണൽ വിദ്യാഭ്യാസ ഡയറക്ടർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഓരോ മേഖല തിരിച്ചുള്ളത്. അതുകൊണ്ട് നീലിമ, ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ജാഗ്രത പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ശുഷ്കാന്തി കാണിക്കണം, കാര്യക്ഷമത കാണിക്കണം. അതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരമമായ ഉത്തരവാദിത്വമുണ്ട്, സർക്കാരിന് പരമമായ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ പണത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമല്ല ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ഈ സ്കൂളുകളുടെയൊക്കെ ദയനീയമായ അവസ്ഥ മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ആർജവത്തോടുകൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ജാഗ്രതപ്പെടുത്തുകയും ഇതുപോലുള്ള പരിഹാര ക്രിയകൾ ചെയ്യുന്നതിനായി അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്യണം. അത്തരത്തിൽ ഒരു ജാഗ്രത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നില്ല, അത്തരത്തിൽ ഒരു ഇടപെടൽ ഭരണതലത്തിൽ നിന്നും ലഭിക്കുന്നില്ല എന്നതാണ് ഈ സർക്കാർ, ഈ നിലവിലുള്ള സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ അപജയം എന്നതാണ് പറയാനുള്ളത്.